ആദ്യത്തെ നോമ്പായതുകൊണ്ട് അത്താഴത്തിന് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്, മന്തിയാണ്. നോർമലി ഇഫ്താറിനൊക്കെയാണല്ലോ നമ്മൾ ഇത്രയും ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കുന്നത്. ഇതിപ്പോ ഞാൻ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അത്താഴത്തിന് ഇത്രയും ഹെവി ആക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഇത്ര എനിക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ. എന്റെ കൂടെ വേറെ 2 ആൾക്കാരുണ്ട്. ഞാനിപ്പോ സൗദിയിലാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. 2 ദിവസമായി സൗദിയിൽ എത്തിയിട്ട് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഡിപ്രഷനൊക്കെ അടിച്ച് ഞാൻ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചു എവിടേക്കെങ്കിലും ഒന്ന് പോവാന്ന്. പക്ഷെ അത്രയും ഞാൻ സേഫസ്റ്റ് ആയിട്ട് ഇന്നവരെ ട്രാവൽ ചെയ്തിൽ തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സൗദി അറേബ്യ. എന്റെ വാപ്പയും 2 ആങ്ങളമാരും ഇവിടെയാണ് കേട്ടോ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാവും ഈ ഒരു സ്ഥലം എനിക്ക് വളരെ പരിചയമുള്ളതായിട്ട് തോന്നുന്നത്. പിന്നെ ഈ ഒരു റെസ്റ്റോറന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ ഞാൻ ആദ്യത്തെ തവണ അല്ല കേട്ടോ, 3ാമത്തെ തവണയാണ് വരുന്നത്. ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 തവണ ഞാൻ സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ മുക്കും മൂലയും കാണാൻ നല്ല രസമുണ്ട്. ഇതൊരു സ്റ്റെയർ ആണ് കേട്ടോ, ഇതുവഴിയാണ് താഴോട്ട് പോകുന്നത്. പിന്നെ ലിഫ്റ്റും ഉണ്ട്. ലിഫ്റ്റൊക്കെ ഒരു വെറൈറ്റിക്കാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ താഴോട്ട് പോകുമ്പോഴത്തേക്കും കുറെ പോപ്പ് സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മിക്സ് ഓഫ് ഫ്ലേവേഴ്സ് ആണ്. പക്ഷെ എടുത്തിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ദെൻ തിരിച്ചു വരുന്ന വഴിയിൽ ബീലബലിൽ കയറിയിട്ട് റൈസ് പുഡിംഗ് വിത്ത് മാംഗോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ കഴിച്ചിട്ടാണ് കേട്ടോ എന്റെ അത്താഴം ഞാനിവിടെ അവസാനിപ്പിച്ചത്. ഏകദേശം പാങ് കൊടുക്കാനും സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കഴിച്ചു തീർത്തു. ഇനിയിപ്പോ നമുക്ക് ഇഫ്താറിന് കാണാം. അപ്പൊ എല്ലാവർക്കും റമദാൻ കരീം.